എപ്പോഴാണ് അവസാനമായിട്ട് ഇതിന്റെ ഷാഫ്റ്റ് മാറ്റിയത്? 6 ദിവസത്തിന് മുൻപ് ടൈറ്റൻ ആക്രമണത്തിന്റെ ശേഷം ഉണ്ടായ ക്ലീനിങ്ങിന്റെ അന്ന്. ഓ ഓക്കെ ശരി, അടുത്ത ആള് കാണിക്കുകയും. സോ ഇപ്പൊ അവരുടെ 3D മാനുവൽ ഗിയർ എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റനെ കൊന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശോധന. മനുഷ്യരുടെ ശത്രുക്കളായ ടൈറ്റൻസിനെ ആരോ കൊന്നതുകൊണ്ടാണോ ഇവർ നമ്മളെ സെർച്ച് ചെയ്യുന്നത്? അപ്പോൾ ടൈറ്റൻസിനെ കൊന്നാലും നമ്മളെ ശിക്ഷിക്കുമല്ലേ? അത് പിന്നെ അവർ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ടൈറ്റൻസ് അല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് അവിടുത്തെ ഓഫീസേഴ്സ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്തവൻ എന്തായാലും ടൈറ്റൻസിനോട് ഒരുപാടധികം ദേഷ്യമുള്ള ഒരുത്തനാണ് എന്ന് കോണി പറയുന്നു. പക്ഷേ ഈ ചെയ്തത് ടൈറ്റൻസിന് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുകയാണ് ആർവിൻ. ഒരു ടൈറ്റനെ കാണുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നത് ഒരു സർവേ കോപ്സ് ആവണമെന്നായിരുന്നു. പക്ഷേ എനിക്കിപ്പോ അത്ര അങ്ങ് ഉറപ്പില്ല. പക്ഷെ ഏതിലാണ് ചേരേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അവസാന ദിവസവും ഇന്നാണ് എന്ന് പറയുകയാണ് കോണി. അങ്ങനെ അവൻ ജിന്നിനെ നോക്കുന്നു. എന്നാൽ ജിന്നിന് ഏതിലാണ് ചേരേണ്ടതെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ടൈറ്റൻ ട്രസ്റ്റ് നഗരത്തെ ആക്രമിച്ച സമയത്ത് ഒരുപാടധികം സൈനികർ മരിച്ചു. അവരുടെ ചിതയെല്ലാം കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സൈനികനാവില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. എടാ മാർക്കോ, ഇതിൽ നിന്റെ ബോൺസ് ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു സൈനികനായിരുന്നില്ലെങ്കിൽ അടുത്തതായി ആരാ മരിക്കാൻ പോകുന്നതെന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആയിരങ്ങൾ അവരുടെ ജീവൻ കൊടുത്ത് നേടിയ അറിവ് നമ്മളായിട്ട് ഉപേക്ഷിക്കണോ? എന്നിട്ട് ടൈറ്റൻ എപ്പോ വരുമെന്ന് അറിയാതെ മരണത്തെയും കാത്തിരിക്കണോ എന്ന് എറിൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ പോരാടിയേ പറ്റൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ഒരുപാടധികം മിസ് ചെയ്യൂടാ. ചിൻ, നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നീ അത്ര വലിയ ശക്തനോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ശക്തി കുറഞ്ഞവരുടെ വികാരങ്ങൾ നിനക്ക് മനസ്സിലാവും. മാത്രമല്ല അതിനെ നന്നായി നോക്കിക്കാണാൻ നീ മിടുക്കനാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധം നിനക്കുണ്ട്. ഇതാലോചിച്ച് ജിൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ തീരുമാനിച്ചു. ഞാൻ സർവേ കോപ്സിൽ ചേരാൻ പോവാ എന്ന് ജിൻ പറയുന്നു. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ആനി, നിനക്കെന്ത് തോന്നുന്നു? ജിൻ വരെ സർവേ കോപ്സിൽ ചേരുവെന്നാണ് പറയുന്നത്. എന്ത് ജിന്നോ എന്ന് ചോദിക്കുകയാണ് ആർമിൻ. എനിക്കൊന്നും തോന്നുന്നില്ല. ഓ, നീ മിലിറ്ററി പോലീസിൽ തന്നെ ചേരാൻ തീരുമാനിച്ചല്ലേ? ഞാനും അങ്ങോട്ട് തന്നെ പോകണമില്ലേ എന്ന് കോണി ചോദിക്കുന്നു. ആരെങ്കിലും നിന്നോട് ചാവാൻ പറഞ്ഞാൽ നീ ചാവോ? ഒരിക്കലുമില്ല എന്ന് കോണി പറയുന്നു. പിന്നെ എന്തുകൊണ്ട് നിനക്ക് സ്വയം തീരുമാനിച്ചൂടാ? അങ്ങനെ കോണി ആർമിനോട് എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുന്നു. ന്യായമായ ഒരു കാരണം ഉണ്ടെങ്കിൽ മരിക്കുമല്ലാതെ വേറെ വഴിയില്ലെങ്കിൽ. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഓ, അപ്പൊ നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതെ എന്ന് ആർമിനും പറയുന്നു. എവിടെ ചേരണമെന്നുള്ള കാര്യം ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. ആർമിൻ, നിനക്ക് ശക്തിയില്ലെങ്കിലും ധൈര്യമുണ്ട് എന്ന് പറയുവാണ് ആനി. ഓ താങ്ക്സ് ആനി, നീ ശരിക്കും നല്ലൊരു വ്യക്തിയാണല്ലേ. ഞങ്ങൾ സർവേ കോപ്സിൽ ചേരുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലാത്തതുപോലെ മിലിറ്ററി പോലീസിൽ ചേരാൻ നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുവാണ് ആർമിൻ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കണം എന്ന് പറയുവാണ് ആനി. അവസാനം അനുമതിയില്ലാതെ അവരുടെ ഗിയർ ഉപയോഗിച്ച ഒരു സൈനികനെ പോലും കിട്ടിയില്ല. എന്നാലും ആരായിരിക്കും അത് എന്ന് ഗേദർ ചോദിക്കുന്നു. ആർക്കറിയാം. നടക്കാൻ പോകുന്ന അസംബ്ലിയെ കുറിച്ചാണ് എന്റെ ടെൻഷൻ. നമ്മുടെ കൂടെ ചേരാൻ വേണ്ടി മാത്രം വട്ടുള്ള എത്ര പേരെ കാണും? ഹേ എറിൻ, നിന്റെ കൂടെയുള്ള ഏതെങ്കിലും കോഡറ്റ്സ് നമ്മുടെ കൂടെ ചേരുന്നുണ്ടോ? ഉണ്ട്, അത് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അറിയില്ല എന്ന് എറിൻ പറയുന്നു. ഇതേ സമയമാണ് ലീവൈ അങ്ങോട്ട് വരുന്നത്. എല്ലാവരും പോവാൻ റെഡിയാവ്, അസംബിൾ തുടങ്ങാൻ സമയമായി. എറിൻ, നീ എന്നിൽ നിന്നും 2 കുതിരകളുടെ അകലത്തിനുള്ളിൽ നിൽക്കണം. ഞാൻ നിന്നെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ നിന്നെ പൂട്ടിയിടാത്തത്, അത് മറക്കരുത്. സോ അങ്ങനെ അവർ അസംബ്ലി നടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നു. നീ ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണോ? നിനക്കൊട്ടും പേടിയില്ലേ എന്ന് ജിന്നിനോട് ശേഷ ചോദിക്കുന്നു. പിന്നെ സർവേ കോപ്സിൽ ചേരാൻ എനിക്ക് നല്ല രീതിക്ക് പേടിയുണ്ട്. ടൈറ്റനുകളെ പേടിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. കഴിവുള്ളവർ സർവേ കോപ്സിൽ ചേരണമെന്ന് ലീവൈ പറഞ്ഞതുകൊണ്ടുമല്ല. ഞാൻ ആ തലതെറിച്ചവനെ പോലെയല്ല എന്ന് ജിൻ പറയുന്നു. ഓ, എറീനയാണോ എന്ന് ചോദിക്കുവാണ് കോണി. പറഞ്ഞ പോലെ അവനിപ്പോ സർവേ കോപ്സിലെ ഒരു അംഗമാണല്ലേ. ഇതേ സമയമാണ് റിക്രൂട്ട് അസംബിൾ എന്നൊരു ഓഫീസർ വിളിച്ചു പറയുന്നത്. എന്റെ ജീവിതത്തിലെ കുറഞ്ഞത് ഈ തീരുമാനമെങ്കിലും എനിക്ക് സ്വയം എടുക്കണം എന്ന് ജിൻ പറയുന്നു. അങ്ങനെ അസംബ്ലി ആരംഭിക്കുന്നു. ഞാൻ സർവേ കോപ്സിന്റെ കമാൻഡർ എർവിൻ സ്മിത്ത്. ഏത് വിഭാഗത്തിൽ ചേരണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ വന്നത് സർവേ കോപ്സിലോട്ട് സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ്. ഈ അടുത്ത് നടന്ന ടൈറ്റൻ ആക്രമണത്തിൽ നിങ്ങൾ ഒരുപാട് പേർ ഒരുപാടധികം ഭയന്നുവെന്നും നിങ്ങളുടെ പരിമിതികൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്നും എനിക്കറിയാം. ആ പോരാട്ടത്തിന്റെ ഫലമായി നമുക്ക് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടമാണ് ഉണ്ടായത്. അതിന് കാരണമായത് എറിൻ ഏഗർ എന്ന ഒരു സൈനികൻ. മനുഷ്യരാശിക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ മാറ്റിവെച്ച അവൻക്ക് നമ്മളിൽ ഒരുപാടധികം വിശ്വാസമുണ്ട്. ടൈറ്റനുകളുടെ ആക്രമണം തടയാൻ സഹായിക്കാൻ മാത്രമല്ല, ടൈറ്റൻസിന്റെ സീക്രട്ട് എന്താണെന്നും അവൻ നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ട്. സിഗാക്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അവന്റെ വീടിന്റെ ബേസ്മെന്റ് ആണ് അവന് പോലും അറിയാത്ത ആ രഹസ്യം മറഞ്ഞു കിടക്കുന്നത്. ആ ബേസ്മെന്റിൽ എത്താൻ സാധിച്ചാൽ ഇത്രയും കാലം ടൈറ്റനുകൾ നമ്മളെ ഭരിക്കുന്ന ആ സ്ഥിതി നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അവരെ ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടും. സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുവാണ് ആർമിൻ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ടൈറ്റൻസ് ഇല്ലാത്തൊരു ലോകത്ത് നമുക്ക് ജീവിക്കാനായേക്കും. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. 3 വർഷത്തെ ട്രെയിനിങ്ങിനൊടുവിൽ സൈനികർ നിലവിലുള്ള 3 സൈനിക വിഭാഗങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കുന്ന ചടങ്ങാണിത്.
ഉയർന്ന റാങ്ക് വാങ്ങിയ ആദ്യത്തെ 10 പേർക്ക് മാത്രമേ മിലിറ്ററി പോലീസിൽ ചേരാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഗരിസൺ അല്ലെങ്കിൽ സർവേ കോപ്സ് ഇതിലേതെങ്കിലും ഒന്നിലോട്ട് സൈനികരെ റിക്രൂട്ട് ചെയ്യുക. ഗരിസൺ റെജിമെന്റിലാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. സിഗാഷിനയിലെ ആ ബേസ്മെന്റിന്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതത്ര നിസ്സാരമായിട്ടുള്ള ലക്ഷ്യമല്ലെന്നും അറിയാം. പോകുന്ന വഴിക്ക് ഒരുപാടധികം പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ അവിടെ എത്തണമെങ്കിൽ വാൾമറിയ തിരിച്ചു പിടിച്ചേ പറ്റൂ. ട്രസ്റ്റ് നഗരത്തിന്റെ കവാട ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാരനേസ് നഗരം വഴി ചുറ്റി പോവേണ്ടി വരും. സോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആ മതിലിന്റെ മണ്ടലോട്ട് 3D മാനുവൽ ഗിയർ ഉപയോഗിച്ച് പോയിട്ട് താഴോട്ട് ചാടിയ പോരെയെന്ന്. എനിക്കും ആദ്യം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവർ പോകുന്ന സമയത്ത് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. സോ അവർക്ക് അത് വഴി വളഞ്ഞു പോയേ പറ്റൂ. 4 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ തയ്യാറാക്കിയ ആ റൂട്ട് അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് 60% കൂടുതൽ സൈനികരെയാണ്. 4 വർഷം കൊണ്ട് 60%. അതത്ര നിസ്സാരമായിട്ടുള്ള ഒരു കണക്കല്ല. സർവേ കോപ്സിൽ ചേരുന്ന ആളുകൾ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊപ്പം ഒരു റിസർച്ചിൽ മതിലിന് പുറത്തോട്ട് വരേണ്ടതുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് 30% സൈനികരായിരിക്കും അന്ന് മരിക്കാൻ പോകുന്നത്. സോ നിങ്ങളിൽ 30% പേർ അന്ന് മരിക്കും. ഇനിയൊരു 4 വർഷത്തിനുള്ളിൽ നിങ്ങളിൽ കൂടുതൽ പേരും മരണപ്പെടും. പക്ഷേ നിങ്ങൾക്ക് അതിൽ അതിജീവിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു എലൈറ്റ് സൈനികനാവാൻ സാധിക്കും. സോ നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്കൊപ്പം പണയം വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, എല്ലാത്തവർക്ക് പോവാം. ഇത് കേട്ട് ആനി അടക്കം ഒരുപാടധികം സൈനികർ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നു. ജിൻ ആൾറെഡി തീരുമാനിച്ചതാണ് സർവേ കോപ്സിൽ ചേരാമെന്ന്. പക്ഷെ അവന്റെ മനസ്സ് അവനോട് തിരിച്ചു പോവാൻ വേണ്ടി പറയുന്നു. സെഷയും കോണിയെല്ലാം തന്നെ പോകണമെന്ന് വിചാരിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കുവാണ്. ടൈറ്റൻ അവരെ ആക്രമിക്കുന്നതിനെ പറ്റിയൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ ഇന്ന് ഇവരും പേടിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസം ടൈറ്റന്റെ കൈകൊണ്ട് ഇവർ മരിക്കും. അങ്ങനെ അവരിൽ പലരും ഒരു തീരുമാനം എടുക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും സർവേ കോപ്സിൽ തന്നെ ചേരും. അങ്ങനെ വളരെ കുറച്ചു പേർ മാത്രമേ സർവേ കോപ്സിൽ ചേർന്നിട്ടുള്ളൂ. അവരോടെല്ലാം തന്നെ എർവിൻ ചോദിക്കുകയാണ്, നിങ്ങളോട് മരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മരിക്കുമോ? ഞങ്ങൾക്ക് മരിക്കേണ്ട സാർ എന്നൊരു ഓഫീസർ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ മറുപടി അതെനിക്ക് ഇഷ്ടമായി. ഇവിടെ നിൽക്കുന്ന എല്ലാവരും സർവേ കോപ്സിന്റെ സൈനികരാണെന്ന് ഞാൻ സ്ഥിരീകരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കുവാണ്. ഞാൻ സ്ക്വാഡ് ലീഡർ നസ്, ഇതാണ് എന്റെ പ്രിയപ്പെട്ട കുതിര എന്നൊരു ഓഫീസർ പറയുന്നു. പിറ്റേ ദിവസം തുടങ്ങിയ ട്രെയിനിങ്ങിൽ പരിശീലനത്തെക്കാൾ കൂടുതൽ കമാൻഡർ എർവിൻ നിർമ്മിച്ച ഭൂപടത്തിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിശദമായ ഒരു ഭൂപടത്തിൽ എറിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിങ്ങൾ റിക്രൂട്ടുകളുടെ സ്ഥാനം ഇവിടെയായിരിക്കും. വാഗൻ അടുമ്പടി സ്ക്വാഡിനും സ്കൗട്ട് സ്ക്വാഡിനും മധ്യഭാഗത്തായിരിക്കും സ്ഥാനം. ബാക്കി വരുന്ന കുതിരകൾക്കൊപ്പമായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നതും വിവരങ്ങൾ കൈമാറുന്നതും. മറ്റൊരു ഭാഗത്ത് എറിനും കൂട്ടരും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും പുറകിൽ വളരെയധികം സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് അവരുടെ സ്ഥാനം. ഇങ്ങനെ ഒരു പര്യവേഷണത്തിന് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. നിങ്ങളെ സിഗാക്ഷിനയിൽ എത്തിക്കുന്നതിന് മുൻപുള്ള ഒരു പരീക്ഷണം മാത്രമാണിത്. ഈ ശക്തി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും യാതൊരു പിടിയുമില്ല എന്ന് എറിൻ പറയുന്നു. കമാൻഡർ, നേരത്തെ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ആരാണ് നമ്മുടെ ശരിക്കുള്ള ശത്രുക്കൾ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നെറിൻ ചോദിക്കുന്നു. എനിക്കും അങ്ങ് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഈ ഓപ്പറേഷന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ കാര്യം കമാൻഡർ എല്ലാവരിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ അധികം കുഴപ്പമൊന്നുമില്ലാതെ ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിലായിരിക്കണം. അങ്ങനെ ട്രെയിനിങ് എല്ലാം അവസാനിച്ച് തിരിച്ചവർ കോട്ടയിലോട്ട് വരുന്നു. അപ്പാണ് എറിൻ ആ കാഴ്ച കാണുന്നത്. ആർമിനും മിക്കാസൊക്കെ അതവിടെ. എറിൻ അവരുടെ അടുത്തോട്ട് പോയി അവരോട് സംസാരിക്കുന്നു. ഹേ ഗായ്സ്, നിങ്ങളെ കണ്ടിട്ട് വർഷങ്ങളായതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഏയ് എറിൻ, ഇവർ നിന്നെ ആക്രമിച്ചോ? നിനക്ക് ഒരുപാടധികം വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് മിക്കാസ. ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുവാണ് എറിൻ. ആ കുള്ളൻ അതിര് കടന്നു. എല്ലാത്തിനും കൂടി ചേർത്ത് ഒരു ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് മിക്കാസ പറയുന്നു. നീ ക്യാപ്റ്റൻ ലീവയെ പറ്റിയല്ലല്ലോ പറയുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് എറിൻ. ഹേയ്, നിങ്ങളൊക്കെ സർവേ കോപ്സിൽ ചേർന്നോ എന്ന് എറിൻ അവരോട് ചോദിക്കുന്നു. അപ്പം മിലിറ്ററി പോലീസിൽ ജിൻ, ആനി പിന്നെ മാർക്കോ മാത്രമേ ചേരുന്നുള്ളൂ. അപ്പോഴാണ് ജിൻ അങ്ങോട്ട് വരുന്നത്. നീയും? മാർക്കോ മരിച്ചുപോയി എന്ന് ജിൻ അവനോട് പറയുന്നു. നീ എന്താ ഈ പറയുന്നേ? നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? മാർക്കോ മരിച്ചെന്നോ? എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഒറ്റയ്ക്കാണ് അവൻ മരിച്ചത്. ആരും ഒന്നും കണ്ടതുമില്ല കേട്ടതുമില്ല. അപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാൻ നിൽക്കുവാണ് എറിൻ. ഇതേ സമയമാണ് അവർക്കുള്ള പുതിയ യൂണിഫോമുമായിട്ട് ഒരു ഓഫീസർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും സർവേ കോപ്സിന്റെ ഒഫീഷ്യൽ യൂണിഫോം ധരിക്കുന്നു. മാർക്കോയും സർവേ കോപ്സിന്റെ യൂണിഫോം ഇട്ട് അവിടെ നിൽക്കുന്നത് പോലെ എറിന് തോന്നുവാണ്. എറിൻ, പറ, ടൈറ്റനായിരിക്കുമ്പോ നീ മിക്കാസയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഹേയ്, അങ്ങനെയല്ല. അവൻ അവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ എന്ന് പറഞ്ഞ് മിക്കാസ പറയുന്ന സമയത്ത് നിന്നോടല്ല ചോദിച്ചത്. നിന്റെ കവിളിലെ മുറിവ് നല്ല ആഴമുണ്ടല്ലോ. സത്യമാണെന്ന് തോന്നുന്നു. ടൈറ്റൻ രൂപത്തിലിരിക്കുമ്പോ ഞാൻ മിക്കാസയെ കൊല്ലാൻ ശ്രമിച്ചു. ഓ, അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? ഇങ്ങനെ ഒരു ശക്തിയുള്ള കാര്യം തന്നെ നിനക്ക് ഓർമ്മയില്ലേ? അത് നിയന്ത്രിക്കാനും നിന്നെ കൊണ്ട് പറ്റില്ല അല്ലേ? അതെ, ശരിയാണ്. ഓ, എല്ലാവരും കേട്ടല്ലോ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ജീവനും മനുഷ്യരാശിയുടെ ഭാവിയും ഇവന്റെ കയ്യിലാണ്. മാർക്കോടതുപോലെ നമ്മുടെ മരണം പോലും ഇവൻ അറിഞ്ഞില്ലെന്ന് വരാം. ജീൻ, നീ എന്താ ഇവന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? മിണ്ടാതിരി മിക്കാസ.
തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എറിന് വേണ്ടി മരിക്കാൻ നിന്നെ പോലെ എല്ലാവർക്കും കഴിയില്ല. ഞങ്ങൾക്കറിയണം എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ ജീവൻ പണയം വെക്കുന്നതെന്ന്. അതറിഞ്ഞില്ലെങ്കിൽ ആ നിമിഷം വരുമ്പോൾ ഞങ്ങൾ പതറിയേക്കാം. എറിനിൽ നിന്നും നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ എറിൻ, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, മനസ്സിലായോ എന്ന് ജിൻ അവനോട് ചോദിക്കുന്നു. മനസ്സിലായെന്ന് അവനും പറയുന്നു. അങ്ങനെ അവർ മതിലിന് പുറത്തോട്ട് പോവാൻ റെഡിയാവുന്നു. പുറത്തുണ്ടായിരുന്ന ടൈറ്റൻസ് ഒക്കെ ഇപ്പൊ കുറച്ചധികം ദൂരത്താണ്. 30 സെക്കൻഡിനുള്ളിൽ ഗേറ്റുകൾ തുറക്കും. ഇതേ സമയം തന്നെ എറിനെ 2 കുട്ടികൾ നോക്കുന്നു. അതാ നോക്കൂ, സർവേ കോപ്സ്. അവരുടെ പുറകിലുള്ള അടയാളമാണ് ഫിങ്സ് ഓഫ് ലിബർട്ടി. എന്ത് ഭംഗിയാണല്ലേ എന്ന് അവർ പറയുന്നു. ഹേയ്, എല്ലാവരും റെഡിയല്ലേ? നിങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ സമയമായിരിക്കുന്നു. ഗേറ്റുകൾ തുറന്നുടനെ തന്നെ ആവേശത്തോടെ അവർ പുറപ്പെടുന്നു. 57ാമത്തെ പര്യവേഷം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് എർവിൻ പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ. ബൈ.